തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ ഞാൻ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ ഞാൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത്, നാട്ടിലായാലും എവിടെയായാലും ആൾക്കാരുടെ തലയിൽ പേന്, താരൻ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതും മാറിപ്പോവാനുള്ളൊരു എണ്ണയാണ് ഞാൻ കാച്ചിയെടുക്കാൻ പോണത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇത് തുളസി, നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാവും. നീല തണ്ടുള്ളത് ഉണ്ടാവും, പിന്നെ വെള്ള പച്ച തണ്ടുള്ളത് ഉണ്ടാവും. രാമത്തുളസി എന്നൊക്കെ പറയും ഇതിന്. ആ തുളസി, ഏത് തുളസി ആയാലും കുഴപ്പമില്ല കേട്ടോ. നീല തണ്ടായാലും കുഴപ്പമില്ല, പച്ച തണ്ടുള്ളതായാലും കുഴപ്പമില്ല. പിന്നെ കരിവേപ്പിലയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നോക്കാം നമുക്ക്. ഇത് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക്. ഇതൊന്ന് അരഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ തുളസി ഇട്ടു, കരിവേപ്പില ഇട്ടു, ഇഞ്ചി തൊലി കളയൊന്നും വേണ്ട, നന്നായി അത് കഴുകി ചെറിയ കഷ്ണമാക്കി മുറിക്കാൻ മതി. എന്നിട്ട് അവിടെ അടിക്കുക. ഈ ഇഞ്ചിയാണ് താരനെ നശിപ്പിക്കുന്ന സാധനം. പിന്നെ പേന് പോവാനൊക്കെ തുളസി, കരിവേപ്പില മുടിക്ക് നല്ലതാണ്. തുളസിയുടെ മണം ഉണ്ടെങ്കിൽ പേനൊക്കെ പോവെന്ന് പറയും. ഇത് തുളസി, ഇഞ്ചി, കരിവേപ്പില അരച്ച് കൊണ്ടുവന്നതാണിത്. ഇത് നമുക്ക് അടുപ്പത്തേക്ക് ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് മുഴുവൻ ചക്ക കൊടുക്കണം. ഇഞ്ചി വലിയൊരു കഷ്ണം ഇടാം കേട്ടോ. തൊലി ചെത്തൊന്നും വേണ്ട, അങ്ങനെ അത് മുറിച്ച് ആക്കി മിക്സിയിലിട്ട് അരച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 2 മണി കുരുമുളക് ഒന്ന് ചതച്ചിട്ട് അത് ഇടുന്നുണ്ട്. ഇനി ഇത് കിടന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഒരു പാട്ടില്ലേ, തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ ഞാൻ. ആ തുളസിയാണ് കേട്ടോ ഇതിലിടുന്നത്. തുളസി, കരിവേപ്പില, വലിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ കൂടി അരച്ച് ഒരു ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിങ്ങനെ പതഞ്ഞ് നീ പത വറ്റണം. അതാണ് അതിൻ്റെ മൂപ്പ്. അപ്പോൾ അത് ഊറ്റിയെടുക്കാൻ വേണ്ടി നമ്മളൊരു വെള്ളം നനവില്ലാത്തൊരു പാത്രം വെച്ചു. അതിൻ്റെ മേലൊരു വലിയൊരു ഇതായിട്ടുള്ള തുണി ഇട്ടു. അത് ഊരി പോവാതിരിക്കാൻ റബ്ബർ ബാൻഡ് ഇട്ടു. ഇനി ഇതിങ്ങനെ ഒന്ന് കുഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ ഇത് ഇതായി പോകും. ഇനി ഇത് മൂക്കട്ടെ കേട്ടോ. ഒന്നും കൂടി തീ കൂട്ടി വെക്കട്ടെ. ഈ പതയൊന്ന് വറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മൂപ്പായി. ഞാൻ അതിൻ്റെ കഴുത്തെടുത്ത് ഒന്നിങ്ങനെ പിരിച്ച ഒരു കുറച്ച് ഹാർഡായ മതിലുണ്ടാവും. ഇതാ പതയൊക്കെ ഒരു വിധം വറ്റി മൂപ്പായി തുടങ്ങി. പിന്നെ താരൻ തലയിലുണ്ടെങ്കിൽ മുടി നല്ലോണം കൊഴിയും. അതിങ്ങനെ ചൊറിയുമ്പോൾ ഒരു പൗഡർ മാതിരി വരും ചെയ്യും. അത് ചൊറിഞ്ഞ് നമുക്ക് സഹിക്കാൻ പറ്റാതെയാവും. പിന്നെ കുറേ മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് ഈ എണ്ണ തേച്ചാൽ വളരെ വ്യത്യാസം. നല്ലോണം മാറും. 2-3 മാസം അടുപ്പിച്ചാണ്ട് തേച്ചാൽ അപ്പോൾ ഒരു 2 ഗ്ലാസ് എണ്ണ തിളപ്പിച്ച് ഇതുമാതിരി കാച്ചി വെച്ചാൽ കുറേ ദിവസത്തേക്ക് തേക്കാണ്ടാവും. അത് തേക്കുമ്പോൾ ഒരു 4-5 മിനിറ്റ് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് കുളിക്കാൻ പാടുള്ളൂ. മൈൽഡ് ഷാമ്പു ഇട്ടാൽ മതി, ബേബി ഷാമ്പു അങ്ങനെ എന്തെങ്കിലും. ഇനി നമുക്കിത് ഊറ്റാറായിട്ടോ. നല്ല വാസനയാണ് കേട്ടോ ഇതിന്. നല്ല തലയിൽ തേച്ച് കുളിച്ചാലും അത് ആ തുളസിയുടെയും പെട്ടിന് നല്ല മണം ഉണ്ടായിരിക്കും. ചൂടാണ്.
ഈ ചൂടാറി റബ്ബർ ബാൻഡ് ഇട്ട് നന്നായി ഒന്ന് ചൂടാറി പിഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ എണ്ണയായി. പിന്നെ നമ്മൾ തേക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു തവിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരണ്ടിയോ എന്തെങ്കിലും അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അത് നല്ല ഇങ്ങനെ പുകയാൻ തുടങ്ങും. അതാണ് പാത്രഭാഗം എന്ന് പറയുന്നത്. ഇതൊരു വലിയ കയ്യിലെടുത്താൽ മതി. അതാണെങ്കിൽ പിന്നെ അതിന് സ്ഥിരമായിട്ട് അത് എടുത്താൽ മതി. കാരണം ചിലപ്പോൾ ഒത്തിരി കരി പിടിച്ചെന്നൊക്കെ വരും. അപ്പം ഇങ്ങനത്തെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുകയാൻ തുടങ്ങും. കണ്ടില്ലേ, പുകയാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട എണ്ണ 1 സ്പൂണോ 2 സ്പൂണോ എത്ര വെച്ചാൽ അത് ഓഫ് ചെയ്തിട്ട് ഇതിലൊഴിക്കുക. അപ്പോൾ കണ്ടോ പുകയാൻ തുടങ്ങി. അപ്പോൾ ആ എണ്ണയ്ക്ക് ഒരു ചെറിയ ചൂട് വരും. എന്നിട്ട് നമുക്ക് ആ ചെറിയ ചൂടിൽ നമുക്ക് കൈ കൊണ്ട് തൊട്ടിട്ട് തലയുടെ ഓട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞിട്ട് കുളിക്കുക. അപ്പോൾ ഇതിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കുമ്പോൾ 1 സ്പൂണേ ഉള്ളൂ. വെച്ചാൽ ചൂടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് തേച്ച് പിടിപ്പിച്ച് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം തേച്ചിട്ട് ഒരു മാസമൊക്കെ തേച്ച് നോക്കും. കറക്റ്റായിട്ട് പോവും. താരനും പോവും, പേനും പോവും. ഈരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോയിക്കോളും. ഇത് ചൂടുണ്ട്, അത് കാരണം ഞാൻ പിഴിയുന്നില്ല. ഇതിരിക്കട്ടെ, ചൂടാറിയിട്ട് പിഴിയും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല വാസന ഉണ്ട്. നല്ലോണം മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ 5-8 പ്രാവശ്യമൊക്കെ തേക്കാനുണ്ടാവും. പക്ഷെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കേ വേണ്ടു. മുടിയുടെ മേലേക്കൊന്നും ആക്കണ്ട. താരം പോവാൻ അത് സൂപ്പർ സാധനമാണത്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒക്കെ ഇതാണ്. തലയ്ക്ക് നല്ല മണം ഉണ്ടാവും, മുടിക്കൊക്കെ നല്ലൊരു മണമായിരിക്കും. ഇതൊന്നും കൂടി പറയണു. നല്ലോണം ഒരു ഇത്ര തുളസി, അതുമാതിരി ഇത്ര കരുവേപ്പിൻ്റെ ഇലയിടാം. നല്ലോണം ഒരു കൈ നിറയാൻ. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, അത് കഴുകി തൊലിയൊന്നും ചെത്തണ്ട, തൊലി കൊടുക്കാനിട്ട് 3 കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ നന്നായി അടിക്കുക. അടിച്ചിട്ട് അത് ചീനച്ചട്ടിയിൽ എന്തിനാ വെച്ചാൽ അതിൽ ഒഴിക്കുക. ഒരു 1.5 ഗ്ലാസ്, ഞാൻ വലിയ ഗ്ലാസ്സിന് എടുത്തിരിക്കുന്ന എണ്ണ ഒഴിക്കുക. നല്ലോണം അത് തിളച്ച് നന്നായി വറ്റി ആ പത വറ്റി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇനി ഇതൊരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒരു പാത്രം, ഇങ്ങനെ ഞാൻ പറയില്ലേ പുകയണ മാതിരി ആ നല്ലോണം പുകച്ച് വന്നാൽ വേണ്ട എണ്ണ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അത് ചെറിയ ചൂടിൽ തലയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞ് ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ ഷാമ്പു ഇട്ടാൽ മതി. അത്രയ്ക്കൊക്കെ ഇതുണ്ടാവുള്ളൂ. കുട്ടികളുടെ ഷാമ്പു ഇട്ട് കഴുകുക. അപ്പോൾ പെട്ടെന്ന് താരനും പോവും, പേനും പോവും. പേൻ പോവാൻ തുളസി വളരെ പ്രധാനമാണ്. മുടിക്ക് നല്ലതാ കരിവേപ്പില, പിന്നെ ഇഞ്ചി, എന്താ പറയുക, താരനും. പിന്നെ 2 മണി കുരുമുളക് ഇട്ടുണ്ടാകും. നീർക്കെട്ടിനൊക്കെ നല്ലതാ പറയില്ല. അത് കാരണം 2 മണി കുരുമുളകും ചതച്ചിട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആവശ്യക്കാരട്ടോ, എല്ലാവരും ഒന്നും പറയുന്നില്ല. താരനും പേനൊക്കെ പോകാൻ വേണ്ടി നോക്കണവർ. എന്നിട്ട് എല്ലാവരും സന്തോഷം അറിയിക്കുക. ഓക്കേ.